പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് നമ്മൾ 8th ചാപ്റ്റർ ആയിട്ടുള്ള മിനറൽ ന്യൂട്രീഷൻ ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഈവൻ ദോ മോർ ദാൻ 60 എലമെന്റ്സ് ആർ ഫൗണ്ട് ഇൻ ഡിഫറെന്റ് പ്ലാന്റ്സ്, സസ്യങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള 60ൽ കൂടുതലുള്ള എലമെന്റ്സ് അടങ്ങിയിട്ടുണ്ടെങ്കിലും ആൾ ആർ നോട്ട് എസെൻഷ്യൽ, എല്ലാം അത്യാവശ്യമല്ല അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് അല്ല. Write any two criteria for the essentiality of an element. ഒരു എലമെന്റ് എസെൻഷ്യൽ എലമെന്റ് ആവണമെങ്കിലുള്ള ഏതെങ്കിലും രണ്ട് മാനദണ്ഡങ്ങൾ എഴുതുക, ക്രൈറ്റീരിയകൾ എഴുതുക. അപ്പോൾ ഒരു എലമെന്റ് എസെൻഷ്യൽ ആവണമെങ്കിൽ പ്രധാനമായിട്ടും 3 ക്രൈറ്റീരിയകളാണുള്ളത്. ഏതൊക്കെയാ 3 ക്രൈറ്റീരിയകൾ? ഒന്ന്, ആ എലമെന്റ് പൂർണ്ണമായിട്ടും പ്ലാന്റിന്റെ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് അത്യാവശ്യമായിരിക്കണം. മറ്റൊന്നെന്താണ്? ആ എലമെന്റിന്റെ റിക്വയർമെന്റ് വളരെ സ്പെസിഫിക് ആയിരിക്കണം. അതിന് പകരം മറ്റൊരു എലമെന്റ് കൊടുത്താൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയാൻ പാടില്ല. ഉദാഹരണമായിട്ട് കാൽഷ്യം എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ എലമെന്റ് ആണ്. ഈ എസെൻഷ്യൽ എലമെന്റ് കുറവാണെങ്കിൽ പ്ലാന്റിന് അതിന്റെ നോർമൽ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അതിന് പകരം അയേണോ മറ്റേതെങ്കിലും ഒരു എലമെന്റോ കൂടുതൽ കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിയില്ല. കാൽഷ്യത്തിന് കാൽഷ്യം തന്നെ വേണം, അയേണിന് അയേൺ തന്നെ വേണം. മൂന്നാമത്തെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ആ എലമെന്റ് പ്ലാന്റിന്റെ മെറ്റബോളിസത്തിൽ നേരിട്ട് ഇൻവോൾവ് ആയിരിക്കണം, ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയിരിക്കണം. അപ്പൊ ഈ ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. സോ ആൻസർ, ദ എലമെന്റ് മസ്റ്റ് ബി അബ്സല്യൂട്ട്ലി നെസസറി ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷൻ. എലമെന്റ് സാധാരണ വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും പൂർണ്ണമായിട്ടും അത്യാവശ്യമായിരിക്കണം. സെക്കൻഡ് വൺ, ദ റിക്വയർമെന്റ് ഓഫ് ദ എലമെന്റ് മസ്റ്റ് ബി സ്പെസിഫിക്. എലമെന്റിന്റെ ആവശ്യകത വളരെ വ്യക്തമായിരിക്കണം. ഇപ്പൊ കാൽഷ്യം ഒരു എസെൻഷ്യൽ എലമെന്റ് ആണെങ്കിൽ ആ എലമെന്റ് എന്തിനാണ് അതിന്റെ റോള് പ്ലാന്റിൽ? കാൽഷ്യം മിഡിൽ ലാമൽ ഉണ്ടാക്കാൻ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഓരോ എലമെന്റിന്റെ റോൾ എന്താന്ന് വളരെ സ്പെസിഫിക് ആയിരിക്കണം, വളരെ വ്യക്തമായിരിക്കണം. ആൻഡ് നോട്ട് റീപ്ലേസബിൾ ബൈ അനദർ എലമെന്റ്. മറ്റൊരു എലമെന്റ് കൊണ്ട് അത് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല, പരിഹരിക്കാൻ കഴിയില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, about 16 elements are found to be needed for the normal growth and development in plants. പ്ലാന്റ്സിലെ സാധാരണ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഏകദേശം 16ഓളം എലമെന്റ്സ് ആവശ്യമാണ്. മെൻഷൻ ദ 3 ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ഫോർ ദി എസെൻഷ്യാലിറ്റി ഓഫ് എൻ എലമെന്റ്. ഒരു എലമെന്റ് എസെൻഷ്യൽ ആവണമെങ്കിൽ അതിന്റെ 3 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ സൂചിപ്പിക്കാം. ആൻഡ് ദ മെറ്റാലിക് എലമെന്റ് ഫോമിംഗ് ദ സ്ട്രക്ചറൽ കമ്പോണന്റ് ഓഫ് ക്ലോറോഫിൽ മോളിക്യൂൾ. ക്ലോറോഫിൽ മോളിക്യൂളിന്റെ സ്ട്രക്ചറൽ കോമ്പോണന്റ് ആയിട്ടുള്ള എലമെന്റ്, മെറ്റാലിക് എലമെന്റ് ഏതാണെന്ന് സൂചിപ്പിക്കുക. ഇപ്പൊ എസെൻഷ്യൽ എലമെന്റ് ആവണമെങ്കിലുള്ള 3 മാനദണ്ഡങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ക്ലോറോഫിലിന്റെ സ്ട്രക്ചറൽ കോമ്പോണന്റ് ആയിട്ടുള്ള മെറ്റാലിക് എലമെന്റ് എന്ന് പറയുന്ന മഗ്നീഷ്യം ആണ്. ക്ലോറോഫിലിന് ഒരു റിംഗ് സ്ട്രക്ചർ ആണ് അതിന്റെ ഹെഡ് റീജിയൻ ഉള്ളത്. ആ ഹെഡ് റീജിയനിലുള്ള റിംഗ് സ്ട്രക്ചറിന്റെ നടുവിലുള്ള ഒരു എലമെന്റ് ആണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. എസെൻഷ്യൽ എലമെന്റ് ആവണമെങ്കിലുള്ള ക്രൈറ്റീരിയകൾ: ദ എലമെന്റ് മസ്റ്റ് ബി അബ്സല്യൂട്ട്ലി നെസസറി ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷൻ. നോർമൽ ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷന് എലമെന്റ് പൂർണ്ണമായും അത്യാവശ്യമായിരിക്കണം. ദ റിക്വയർമെന്റ് ഓഫ് ദ എലമെന്റ് മസ്റ്റ് ബി സ്പെസിഫിക്. എലമെന്റിന്റെ റിക്വയർമെന്റ് വളരെ വ്യക്തമായിരിക്കണം. ആൻഡ് നോട്ട് റീപ്ലേസബിൾ ബൈ അനദർ എലമെന്റ്. മറ്റൊരു എലമെന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പാടില്ല. തേർഡ് വൺ, എലമെന്റ് ഈസ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റിന്റെ മെറ്റബോളിസത്തിൽ എലമെന്റ് നേരിട്ട് ഇൻവോൾവ് ആണ്. Magnesium forms the structural component of chlorophyll. ക്ലോറോഫിലിന്റെ സ്ട്രക്ചറൽ കോമ്പോണന്റ് ആയി കൊണ്ട് ആക്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ദി ബയോകെമിക്കൽ assay of some plants indicates the presence of gold, vanadium, silicon, etc. ചില സസ്യങ്ങളുടെ ബയോകെമിക്കൽ assay എന്ന് പറഞ്ഞാൽ അവയുടെ രാസപരിശോധന സൂചിപ്പിക്കുന്നു അവയിൽ ഗോൾഡ്, വനേഡിയം, സിലിക്കൺ പോലെയുള്ള എലമെന്റിന്റെ സാന്നിധ്യം. ബട്ട് ദീസ് എലമെന്റ്സ് ആർ നോട്ട് കൺസിഡർഡ് ആസ് എസെൻഷ്യൽ എലമെന്റ്സ്. പക്ഷേ ഈ എലമെന്റുകൾ എസെൻഷ്യൽ എലമെന്റ് ആയിട്ട് പരിഗണിക്കുന്നില്ല. കമന്റ്, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ഒരു എസെൻഷ്യൽ എലമെന്റ് ആവണമെങ്കിൽ 3 മാനദണ്ഡങ്ങളുണ്ട്. അതിലെ ഏതെങ്കിലും 2 മാനദണ്ഡങ്ങൾ ഇവിടെ എഴുതുക. അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഗോൾഡ്, വനേഡിയം, സിലിക്കൺ പോലെയുള്ള എലമെന്റുകൾ പാലിക്കുന്നില്ല. അതുകൊണ്ടാണ് അവയെ എസെൻഷ്യൽ എലമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തത്. The essential element must be absolutely necessary for normal growth and reproduction.
എസൻഷ്യൽ എലമെന്റ് പ്ലാന്റിന്റെ നോർമൽ ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷന് പൂർണ്ണമായിട്ടും അത്യാവശ്യമായിരിക്കണം. ഗോൾഡ്, വനേഡിയം, സിലിക്കൺ ഇതൊന്നും അത്രയ്ക്ക് അത്യാവശ്യമല്ല പ്ലാന്റിന്റെ നോർമൽ ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷന് പ്ലാന്റിൽ കാണുന്നുണ്ടെങ്കിൽ പോലും. The requirement of the essential element must be specific and not replaceable by another element. എസൻഷ്യൽ എലമെന്റിന്റെ റിക്വയർമെന്റ് വളരെ സ്പെസിഫിക് ആയിരിക്കണം, മറ്റൊരു എലമെന്റ് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. സോ ഗോൾഡ്, വനേഡിയം, സിലിക്കൺ എക്സെട്ര ആർ നോട്ട് കൺസിഡർഡ് ആസ് എസൻഷ്യൽ എലമെന്റ്സ്. അതുകൊണ്ട് ഗോൾഡ്, വനേഡിയം, സിലിക്കൺ മുതലായവ എസൻഷ്യൽ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. Fourth question. Macronutrients and micronutrients are found to be absolutely essential for plant growth and metabolism. പ്ലാന്റിന്റെ വളർച്ചയ്ക്കും ജീവൽ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായിട്ടും അത്യാവശ്യമാണ് മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും. നെയിം 2 മാക്രോന്യൂട്രിയൻസ്. 2 മാക്രോന്യൂട്രിയൻസുകളുടെ പേരെഴുതാൻ. 9 മാക്രോന്യൂട്രിയൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം, സൾഫർ പോലെയുള്ളവയിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. സോ ആൻസർ കാർബൺ, ഹൈഡ്രജൻ. ഒബ്സർവ് ദ എലമെന്റ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള എലമെന്റുകളെ നിരീക്ഷിക്കുക. ചുവടെ നൽകിയിരിക്കുന്ന മൂലകങ്ങളെ നിരീക്ഷിക്കുക. കോപ്പർ, ഫോസ്ഫറസ്, ബോറോൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം, മാംഗനീസ്, ക്ലോറിൻ. കോപ്പർ, ഫോസ്ഫറസ്, ബോറോൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം, മാംഗനീസ്, ക്ലോറിൻ. ചൂസ് മൈക്രോ എലമെന്റ്സ് ഫ്രം ദ എബോവ്. മുകളിലുള്ളവയിൽ നിന്നും മൈക്രോ എലമെന്റ്സിനെ തിരഞ്ഞെടുക്കുക. കോപ്പർ മൈക്രോ എലമെന്റ് ആണ്, ഫോസ്ഫറസ് മാക്രോ ആണ്, ബോറോൺ മൈക്രോ എലമെന്റ് ആണ്, മഗ്നീഷ്യം അതേസമയം മാക്രോ ആണ്, പൊട്ടാസ്യവും മാക്രോ എലമെന്റ് ആണ്, മാംഗനീസും ക്ലോറിനും മൈക്രോ എലമെന്റ്സ് ആണ്. ഇവയിൽ നിന്നും സൂക്ഷ്മ മൂലകങ്ങളെ തിരഞ്ഞെടുക്കുക. ആൻസർ കോപ്പർ, ബോറോൺ, മാംഗനീസ്, ക്ലോറിൻ. നെയിംസ് ഓഫ് സർട്ടൻ എസൻഷ്യൽ എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. ചില എസൻഷ്യൽ എലമെന്റ്സിന്റെ പേര് താഴെ തന്നിരിക്കുന്നു. ചില അവശ്യ മൂലകങ്ങളുടെ പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. പൊട്ടാസ്യം, മാംഗനീസ്, മോളിബ്ഡിനം, കോപ്പർ, മഗ്നീഷ്യം. പൊട്ടാസ്യം, മാംഗനീസ്, മോളിബ്ഡിനം, കോപ്പർ, മഗ്നീഷ്യം. ചൂസ് ദ മാക്രോ ന്യൂട്രിയൻസ്. ഇവയിൽ നിന്നും മാക്രോ ന്യൂട്രിയൻസിനെ തിരഞ്ഞെടുക്കുക. ഇവയിൽ നിന്നും മാക്രോ ന്യൂട്രിയന്റുകൾ എഴുതുക. അപ്പൊ ഇതിൽ മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? പൊട്ടാസ്യം മാക്രോ ന്യൂട്രിയന്റ് ആണ്, മാംഗനീസ് മൈക്രോ ആണ്, മോളിബ്ഡിനം മൈക്രോ ആണ്, കോപ്പർ മൈക്രോ ആണ്. അതേസമയം മഗ്നീഷ്യം മാക്രോ ന്യൂട്രിയന്റ് ആണ്. സോ ആൻസർ പൊട്ടാസ്യം, മഗ്നീഷ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫ്ലോ ചാർട്ട് ഓഫ് നൈട്രജൻ സൈക്കിൾ. തന്നിരിക്കുന്ന നൈട്രജൻ സൈക്കിളിന്റെ ഫ്ലോ ചാർട്ടിൽ റൈറ്റ് ദ നെയിം ഓഫ് ഓർഗാനിസംസ് ഇൻവോൾവ് ഇൻ ദ നമ്പേർഡ് പ്ലേസസ്. നമ്പറിട്ട സ്ഥലങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവികളുടെ പേര് എഴുതുക. നൈട്രജൻ സൈക്കിൾ തന്നിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ വഴി അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയും. അപ്പൊ അവിടെയാണ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ബാക്ടീരിയയുടെ പേര്, സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ടീരിയയാണ് റൈസോബിയം. ദെൻ അമോണിയയെ നൈട്രൈറ്റുകളാക്കി മാറ്റുന്നു, NO2-. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബാക്ടീരിയയാണ് നൈട്രോകോക്കസ്, നൈട്രോസോമോണാസ് പോലെയുള്ള ബാക്ടീരിയകളാണ്. NO2-വിനെ വീണ്ടും NO3 ആക്കി മാറ്റുന്നു. അതിൽ ഉൾപ്പെട്ട ബാക്ടീരിയയാണ് നൈട്രോബാക്ടർ. അമോണിയ നൈട്രൈറ്റുകളാക്കി മാറ്റുന്ന ഈ പ്രോസസ്സിനെ നൈട്രിഫിക്കേഷൻ എന്ന് പറയും. ദെൻ നൈട്രൈറ്റുകളെ അറ്റ്മോസ്ഫിയറിക് നൈട്രജനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയും. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാക്ടീരിയകളാണ് ഡീനൈട്രിഫൈങ് ബാക്ടീരിയകൾ. ഇതിന് എക്സാമ്പിൾസ് ആണ് സ്യൂഡോമോണാസ്, തയോബാസിലസ് പോലെയുള്ള ബാക്ടീരിയകൾ. സോ ആൻസർ 1 റൈസോബിയം, 2 നൈട്രോകോക്കസ്, 3 നൈട്രോബാക്ടർ, 4 തയോബാസിലസ്. 8th question. Ammonia is first oxidized to nitrite and the nitrite is further oxidized to nitrate. അമോണിയ ആദ്യം നൈട്രൈറ്റ് ആയിട്ടും നൈട്രേറ്റ് പിന്നീട് നൈട്രേറ്റ് ആയിട്ടും ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. നെയിം ദ പ്രോസസ്. ഈ പ്രോസസ്സിന്റെ പേര് എഴുതുക. ഈ പ്രോസസ്സിനെ നൈട്രിഫിക്കേഷൻ എന്നാണ് പറയാം. ഗീവ് എനി വൺ എക്സാമ്പിൾ ഓഫ് എ ബാക്ടീരിയം വിച്ച് ഈസ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിൽ ഉൾപ്പെട്ട ബാക്ടീരിയകളുടെ പേര് എഴുതുക. നേരത്തെ പറഞ്ഞു നൈട്രോകോക്കസ്, നൈട്രോസോമോണാസ്, നൈട്രോബാക്ടർ പോലെയുള്ള ബാക്ടീരിയകൾ. സോ ആൻസർ നൈട്രിഫിക്കേഷൻ. അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു നൈട്രൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നൈട്രോസോമോണാസ്.
അമോണിയ നൈട്രൈറ്റ് ആയിട്ട് മാറുന്നത് നൈട്രോസോമോണാസ് പോലെയുള്ള ബാക്ടീരിയകളുടെ സഹായത്താലാണ്. ബട്ട് നൈട്രൈറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു നൈട്രേറ്റ് ബൈ നൈട്രോബാക്ടർ. പക്ഷെ നൈട്രേറ്റ് ആയി മാറുന്നത് നൈട്രോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സഹായത്താലാണ്. 9th question, what is the difference between nitrification and denitrification in nitrogen cycle? നൈട്രജൻ സൈക്കിളിലെ നൈട്രിഫിക്കേഷനും ഡീനൈട്രിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. നൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അമോണിയ നൈട്രേറ്റ് ആയിട്ട് മാറുന്നതിനെയാണ്. അതേസമയം ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രേറ്റുകൾ നൈട്രജൻ ആയിട്ട് മാറുന്നതിനെയാണ്. നൈട്രിഫിക്കേഷൻ ഈസ് ദ കൺവേർഷൻ ഓഫ് അമോണിയ ഇൻ ടു നൈട്രേറ്റ്. നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് അമോണിയ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ്. ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാലോ, ഡീനൈട്രിഫിക്കേഷൻ ഈസ് ദ റിഡക്ഷൻ ഓഫ് നൈട്രേറ്റ് ഇൻ ടു നൈട്രജൻ. നൈട്രേറ്റുകളെ നൈട്രജനായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നതിനെയാണ് ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. 10th question, reduction of nitrogen to ammonia by living organisms is called biological nitrogen fixation. നൈട്രജനെ അമോണിയായി ജീവികൾ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. Can you write about one free living nitrogen fixing aerobic microbe? ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് എയറോബിക് ഓർഗാനിസത്തിന്റെ പേര് നിങ്ങൾക്ക് എഴുതാമോ? ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള എയറോബിക് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് മൈക്രോ ഓർഗാനിസം ആണ്, ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ. സോ ആൻസർ അസറ്റോബാക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the nitrogenous enzyme and leg hemoglobin are two important compounds related to nitrogen fixation in plants. പ്ലാന്റ്സിൽ നൈട്രജൻ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സ് ആണ് നൈട്രോജീനിയസ് എൻസൈമും അതുപോലെ തന്നെ ലെഗ് ഹീമോഗ്ലോബിനും. മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് ഈച്ച്. ഓരോന്നിൻ്റെയും ധർമ്മങ്ങൾ, ജോലികൾ സൂചിപ്പിക്കാം. നൈട്രോജീനിയസ് എൻസൈമാണ് നൈട്രജൻ ഫിക്സേഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം. അതായത് നൈട്രജനെ അമോണിയാക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമാണ്, ആ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് നൈട്രോജീനിയസ്. അതേസമയം ഈ നൈട്രോജീനിയസ് എൻസൈം എന്ന് പറഞ്ഞ് ഓക്സിജനോട് സെൻസിറ്റീവ് ആണ്. ഓക്സിജന്റെ പ്രസൻസിൽ അത് ഇനാക്റ്റീവ് ആണ്, അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നൈട്രോജീനിയസ് എൻസൈമിന് ചുറ്റും ഓക്സിജൻ ഇല്ലാത്ത ഒരു എൻവയോൺമെന്റ് കീപ്പ് ചെയ്യലാണ് ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റിന്റെ ജോലി. അപ്പൊ ഈ പിഗ്മെന്റ് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യും, അങ്ങനെ ഓക്സിജനെ റിമൂവ് ചെയ്യും. അതുകൊണ്ട് ഇതിനെ ഓക്സിജൻ സ്കാവെഞ്ചർ എന്നും പറയാറുണ്ട്, ഓക്സിജൻ ശുചീകാരി എന്ന് പറയാറുണ്ട് ലെഗ് ഹീമോഗ്ലോബിനെ. ആൻസർ, നൈട്രോജീനിയസ് എൻസൈം കാറ്റലൈസ് ദ കൺവേർഷൻ ഓഫ് നൈട്രജൻ ടു അമോണിയ. നൈട്രജനെ അമോണിയാക്കി മാറ്റുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് നൈട്രോജീനിയസ്. ദ എൻസൈം നൈട്രോജീനിയസ് ഈസ് ഹൈലി സെൻസിറ്റീവ് ടു മോളിക്കുലാർ ഓക്സിജൻ. നൈട്രോജീനിയസ് എന്ന് പറയുന്ന എൻസൈം ഓക്സിജനോട് വളരെയധികം സെൻസിറ്റീവ് ആണ്. ലെഗ് ഹീമോഗ്ലോബിൻ പ്രൊട്ടക്ട് ദ നൈട്രോജീനിയസ് ഫ്രം ദി ഓക്സിജൻ. ലെഗ് ഹീമോഗ്ലോബിൻ ഓക്സിജനിൽ നിന്നും നൈട്രജനെ സംരക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, carotenoids are responsible for the pink color of root nodule in pea plant. pea plant root nodule pink കളറിന് കാരണം carotenoids ആണ്. കറക്റ്റ് ദിസ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായിട്ടുള്ള ഈ പ്രസ്താവന തിരുത്തുക. carotenoids അല്ല, പിങ്ക് കളറിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് ലെഗ് ഹീമോഗ്ലോബിൻ ആണ്. The pigment present in root nodule is called oxygen scavenger. റൂട്ട് നോഡ്യൂളിൽ കാണപ്പെടുന്ന പിഗ്മെന്റിനെ ഓക്സിജൻ സ്കാവെഞ്ചർ, ഓക്സിജൻ ശുചീകാരി എന്ന് വിളിക്കുന്നു. ജസ്റ്റിഫൈ, ന്യായീകരിക്കാം. അതെന്തുകൊണ്ടാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. സോ ആൻസർ എ, ലെഗ് ഹീമോഗ്ലോബിൻ ആർ റെസ്പോൺസിബിൾ ഫോർ ദി പിങ്ക് കളർ ഓഫ് റൂട്ട് നോഡ്യൂൾ ഇൻ പീ പ്ലാന്റ്. പയർച്ചെടിയിലെ റൂട്ട് നോഡ്യൂളിന്റെ പിങ്ക് കളറിന് കാരണം ലെഗ് ഹീമോഗ്ലോബിൻ ആണ്. ബി, ലെഗ് ഹീമോഗ്ലോബിൻ പ്രൊട്ടക്ട്സ് നൈട്രോജീനിയസ് എൻസൈം. ലെഗ് ഹീമോഗ്ലോബിൻ നൈട്രോജീനിയസ് എൻസൈമിനെ സംരക്ഷിക്കുന്നു. ആൻഡ് സോ ഇറ്റ് ആക്ട് ആസ് ഓക്സിജൻ സ്കാവെഞ്ചർ. അതുകൊണ്ടത് ഓക്സിജൻ ശുചീകാരിയായി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൈട്രജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ എക്സിസ്റ്റ് ആസ് ഡൈനൈട്രജൻ N2. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ N2 ആയിട്ടാണ്, അല്ലെങ്കിൽ മോളിക്കുലാർ നൈട്രജൻ അല്ലെങ്കിൽ ഡൈനൈട്രജൻ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. ബട്ട് ഇറ്റ് കനോട്ട് ബി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ് ആസ് സച്ച്. പക്ഷേ സസ്യങ്ങൾക്ക് അതിനെ അതേപോലെ ആഗിരണം ചെയ്യാൻ കഴിയില്ല.
So it is converted into ammonia by microorganisms. അതുകൊണ്ട് അതിനെ മൈക്രോ ഓർഗാനിസംസ് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആൻഡ് ഗെറ്റ് ഫിക്സ്ഡ് ഇൻ ദ സോയിൽ, മണ്ണിൽ ഫിക്സ് ചെയ്യുന്നു. Name the enzyme in the microorganisms which help to convert nitrogen to ammonia. നൈട്രജനെ അമോണിയ ആയിട്ട് മാറ്റാൻ സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസംസിലെ എൻസൈം ഏതാണ്? നൈട്രോജീനീസ് എന്ന് പറയുന്ന എൻസൈമാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലെഗ് ഹീമോഗ്ലോബിൻ ദിസ് പ്രോസസ്? ഈ പ്രക്രിയയിൽ ലെഗ് ഹീമോഗ്ലോബിൻ്റെ റോൾ എന്താണെന്ന് അത് പറഞ്ഞതാണ്. ഓക്സിജൻ സ്കാവെഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ ആൻസർ നൈട്രോജീനീസ്. ബി, ദ എൻസൈം നൈട്രോജീനീസ് ഈസ് ഹൈലി സെൻസിറ്റീവ് ടു മോളിക്കുലാർ ഓക്സിജൻ. നൈട്രോജീനീസ് എന്ന് പറയുന്ന എൻസൈം മോളിക്കുലാർ ഓക്സിജനോട് വളരെയധികം സെൻസിറ്റീവ് ആണ്. ലെഗ് ഹീമോഗ്ലോബിൻ പ്രൊട്ടക്ട് ദ നൈട്രോജീനീസ് ഫ്രം ദി ഓക്സിജൻ. ലെഗ് ഹീമോഗ്ലോബിന് നൈട്രോജീനീസിനെ ഓക്സിജനിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു കട്ട് ത്രൂ ദ റൂട്ട് നൊഡ്യൂൾസ് ഓഫ് എ പ്ലാന്റ്, ഒരു പ്ലാന്റിന്റെ റൂട്ട് നൊഡ്യൂൾസിലൂടെ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോട്ടീസ് ദാറ്റ് ദ സെൻട്രൽ പോർഷൻ ഈസ് റെഡ് ഓർ പിങ്ക്. നടുഭാഗം ചുവപ്പോ പിങ്കോ നിറമായിരിക്കും എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. വാട്ട് മേക്സ് ദ നൊഡ്യൂൾ പിങ്ക്? നൊഡ്യൂളിനെ പിങ്ക് ആക്കി മാറ്റുന്നത് എന്താണ്? ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. മെൻഷൻ ദ റോൾ ഓഫ് ദിസ് പിഗ്മെന്റ്. ഈ പിഗ്മെന്റിന്റെ റോള് സൂചിപ്പിക്കുക. അതൊക്കെ കുറെ പറഞ്ഞതാണ്. സോ ലെഗ് ഹീമോഗ്ലോബിൻ. ബി, ദ എൻസൈം നൈട്രോജീനേസ് ഈസ് ഹൈലി സെൻസിറ്റീവ് ടു മോളിക്കുലാർ ഓക്സിജൻ. നൈട്രോജീനേസ് എന്ന് പറയുന്ന എൻസൈം മോളിക്കുലാർ ഓക്സിജനോട് വളരെയധികം സെൻസിറ്റീവ് ആണ്. ലെഗ് ഹീമോഗ്ലോബിൻ പ്രൊട്ടക്ട് ദ നൈട്രോജീനേസ് ഫ്രം ദി ഓക്സിജൻ. ലെഗ് ഹീമോഗ്ലോബിൻ ഓക്സിജനിൽ നിന്ന് നൈട്രോജീനസിനെ സംരക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Steps of conversion of atmospheric nitrogen to ammonia by nitrogen fixing bacteria are given below. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകൾ നൈട്രജനെ അമോണിയാക്കി മാറ്റുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ താഴെ തന്നിരിക്കുന്നു. നൈട്രജൻ ഫിക്സേഷൻ്റെ മെക്കാനിസമാണ്. നെയിം ദ കീ എൻസൈം ഇൻ ദാറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷനിലുള്ള കീ എൻസൈമിൻ്റെ പേരെഴുതുക. നൈട്രോജീനസ് എൻസൈമാണ്. And point out the relationship between the key enzyme and leg hemoglobin. ആ കീ എൻസൈമും ലെഗ് ഹീമോഗ്ലോബിനും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുക. ലെഗ് ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷനാണ് ചോദിക്കുന്നത്. ഒക്കെ പലപ്പോഴായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ കണ്ടാൽ മതി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The root nodules of leguminous plants contain two necessary biochemical compounds for nitrogen fixation. പയർവർഗത്തിൽപ്പെട്ട ചെടികളുടെ റൂട്ട് നൊഡ്യൂൾസ് നൈട്രജൻ ഫിക്സേഷൻ ആവശ്യമായിട്ടുള്ള ബയോകെമിക്കൽ കോമ്പൗണ്ട്സ് അടങ്ങിയിരിക്കുന്നു. ഐഡന്റിഫൈ ദീസ് കോമ്പൗണ്ട്സ്. ഈ കോമ്പൗണ്ട്സ് ഏതെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ്? നൈട്രോജീനസ് എൻസൈമും ലെഗ് ഹീമോഗ്ലോബിനുമാണ്. നൈട്രോജീനസ് എൻസൈം ആൻഡ് ലെഗ് ഹീമോഗ്ലോബിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് റൂട്ട് നൊഡ്യൂൾസ് ഇൻ പീ പ്ലാന്റ് ഈസ് ഗിവൺ ബിലോ. പയർ ചെടിയിൽ റൂട്ട് നൊഡ്യൂൾസിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് താഴെ തന്നിരിക്കുന്നത്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ്. ചിത്രം നിരീക്ഷിക്കുക, അതിലുൾപ്പെട്ടിട്ടുള്ള വിവിധ സ്റ്റെപ്പുകൾ എഴുതുക. പയർ ചെടികളിൽ വേരിലെ മുഴകൾ രൂപപ്പെടുന്ന പ്രക്രിയ വിശദീകരിക്കുന്ന ചിത്രം താഴെ തന്നിരിക്കുന്നു. ചിത്രം നിരീക്ഷിച്ച് ആ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ എഴുതുക. ഇപ്പോൾ ഇവിടെ റൂട്ട് ഹെയേഴ്സ് കാണാം, ബാക്ടീരിയകൾ കാണാം. അപ്പോൾ ബാക്ടീരിയകൾ റൂട്ട് ഹെയേഴ്സിന് ചുറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വളരുന്നു. ദെൻ മറ്റൊരു ഡയഗ്രാം കാണാം. ഇതിൽ ബാക്ടീരിയകൾ റൂട്ട് ഹെയർ ടിപ്പിൽ വന്ന് ടച്ച് ചെയ്യുന്നു. ദെൻ ബാക്ടീരിയകൾ അതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതിൻ്റെ സെൽവാളും സെൽ മെംബ്രെയിനൊക്കെ ഇൻവാജിനേറ്റ് ചെയ്യും റൂട്ട് ഹെയറിൻ്റെ. അതിനുള്ളിലൂടെ ബാക്ടീരിയകൾ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഇതിനെ ഇൻഫെക്ഷൻ ത്രെഡ് എന്ന് വിളിക്കും. അങ്ങനെ ബാക്ടീരിയകൾ കോർട്ടിക്കൽ സെൽസിൽ എത്തപ്പെടും. അങ്ങനെ ബാക്ടീരിയകൾ ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ കോർട്ടിക്കൽ സെൽസും ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് സെൽ ഡിവിഷന് കാരണമാവും. അങ്ങനെ റൂട്ട് നൊഡ്യൂൾ ഫോം ചെയ്യും. റൈസോബിയം മൾട്ടിപ്ലൈ ആൻഡ് കോളനൈസ് ദ സറൗണ്ടിങ്സ് ഓഫ് റൂട്ട്സ്. റൈസോബിയം ബാക്ടീരിയ റൂട്ട്സിന് ചുറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ കോളനൈസ് ചെയ്യുന്നു. ആൻഡ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു എപ്പിഡെർമൽ ആൻഡ് റൂട്ട് ഹെയർ സെൽസ്. അവ എപ്പിഡെർമൽ സെല്ലുമായിട്ടും റൂട്ട് ഹെയർ സെല്ലുമായിട്ടും അറ്റാച്ച് ചെയ്യുന്നു. ദ റൂട്ട് ഹെയേഴ്സ് കേൾ. റൂട്ട് ഹെയേഴ്സ് വളയുന്നു. ആൻഡ് ബാക്ടീരിയ ഇൻവേഡ് ദ റൂട്ട് ഹെയർ. ബാക്ടീരിയ റൂട്ട് ഹെയറിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു.
An infection thread is produced. ഒരു ഇൻഫെക്ഷൻ ത്രെഡ് ഉണ്ടാവുന്നു, ക്യാരിങ് ദ ബാക്ടീരിയ ഇൻ ടു ദ കോർട്ടക്സ് ഓഫ് ദ റൂട്ട്. ആ ഇൻഫെക്ഷൻ ത്രെഡിലൂടെ ബാക്ടീരിയകൾ റൂട്ടിന്റെ കോർട്ടക്സിലേക്ക് ക്യാരി ചെയ്യപ്പെടുന്നു. വേർ ദ ഇനീഷ്യേറ്റ് ദ നൊഡ്യൂൾ ഫോർമേഷൻ ഇൻ ദ കോർട്ടക്സ് ഓഫ് ദ റൂട്ട്. റൂട്ടിന്റെ കോർട്ടക്സിൽ റൂട്ട് നൊഡ്യൂൾ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ദ ബാക്ടീരിയ റിലീസ്ഡ് ഫ്രം ദ ത്രെഡ് ഇൻ ടു ദ സെൽസ്. ഈ ഇൻഫെക്ഷൻ ത്രെഡിൽ നിന്ന് പിന്നീട് ബാക്ടീരിയകൾ കോർട്ടിക്കൽ സെൽസിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു, which leads to differentiation of specialized nitrogen fixing cells. അത് പ്രത്യേക നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള സെല്ലുകളുടെ ഡിഫറൻഷിയേഷന് കാരണമായി തീരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Ammonia is used to synthesize amino acids in plants by two ways. പ്ലാന്റ്സിൽ രണ്ട് മാർഗങ്ങളിലൂടെ അമോണിയ അമിനോ ആസിഡ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. Name the two ways of synthesis of amino acids. അമിനോ ആസിഡിന്റെ നിർമ്മാണത്തിനുള്ള രണ്ട് മാർഗങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? ഒന്ന് റിഡക്റ്റീവ് അമിനേഷൻ, മറ്റൊന്ന് ട്രാൻസാമിനേഷൻ. സസ്യങ്ങൾ അമോണിയയിൽ നിന്ന് അമിനോ അമ്ലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ട് വഴികളിലൂടെയാണ്. അമിനോ അമ്ലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ രണ്ട് വഴികളുടെയും പേരെഴുതുക. രണ്ട് രീതിയിലാണ് അമിനോ ആസിഡ്സ് സിന്തസൈസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? റിഡക്റ്റീവ് അമിനേഷൻ, ട്രാൻസാമിനേഷൻ. റിഡക്റ്റീവ് അമിനേഷൻ, ട്രാൻസാമിനേഷൻ എന്നീ രീതികളിലൂടെയാണ്. അപ്പോൾ ഇത് വളരെ നന്നായി പഠിക്കുക. പല ചോദ്യങ്ങളും വളരെയധികം റിപ്പീറ്റഡ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി പഠിക്കാം. താങ്ക് യു.